മലസ് നിർമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്, സ്ഥലത്തിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എബിൻ ചേട്ടന് കുറച്ചുകൂടി ആൾക്ക് ഗൂഗിൾ എടുത്ത് നോക്കേണ്ട അവസ്ഥ വന്നു. വെമ്മൽ കൃഷ്ണനോ ഫെർമൽ കൃഷ്ണനോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മുടെ ഡ്യൂസൽഡോർഫിനടുത്ത് റാംഷേഡിൻ്റെ അടുത്ത് മലനിരകൾ കയറി ഇറങ്ങി വരുമ്പോൾ ഒരു സ്ഥലം കിട്ടും. ഇന്ന് ഞങ്ങളിപ്പോൾ ഈ സ്ഥലം വാടകയ്ക്ക് അങ്ങോട്ട് എടുത്തേക്ക്. വെമ്മൽ കൃഷ്ണൻ, അതെ, ഈ സ്ഥലം ഇന്ന് എബിൻ ചേട്ടൻ്റെ ഇവരുടെ സഹായത്തോടു കൂടി ഈ സ്ഥലം ഇങ്ങോട്ട് വാടകയ്ക്ക് എടുത്ത് ഫുള്ള് അങ്ങനെയൊന്നുമില്ല, ഒരു പാർട്ടി, നമ്മൾ ചെറിയൊരു രീതിയിലൊരു പാർട്ടി, നമ്മൾ കുറച്ച് പേര് ആണുങ്ങൾ മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ അവിടെ അഡൽസുള്ളി പാർട്ടിയായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ വർക്കൗട്ട് ആവുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഒരു 20-25ഓളം ആൾക്കാർ ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. ഇവിടെ നമ്മുടെ പള്ളിപ്പരിപാടികൾ കുറെ നടന്നിട്ടുണ്ടല്ലേ, കുറച്ച് പള്ളിപ്പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ജർമ്മനി ആയതുകൊണ്ട് പള്ളിപ്പരിപാടികൾ നടക്കുന്ന സ്ഥലം എല്ലാം പുണ്യ സ്ഥലങ്ങളായിട്ട് കണക്കാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇന്നിപ്പോൾ പല നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഫിൽട്ടർ ചെയ്യാം, പച്ചയായിട്ട് കാണിക്കാൻ പറ്റുന്നൊക്കെ കാണിക്കാം. മാക്സിമം ട്രൈ ചെയ്യുന്നു. ഇന്നിപ്പോൾ ഒത്തിരി എൻഗേജ്മെന്റ്, ഒത്തിരി പ്രൊഫഷണൽസ് ഇവിടെ ഉണ്ടാവും, ഒത്തിരി ജോലിക്കാർ ഇവിടെ ഉണ്ട്, ഒത്തിരി അവിടെ കോക്ടെയിൽ റെഡി ആയിട്ട്. ഇതാണ് നമ്മുടെ കോക്ടെയിൽ മച്ചാൻ. ആളിവിടെ ഫുഡ് ഹൗസ് ഫുള്ളിങ് ചെയ്തിട്ട് ഇവിടെ ബാറിലല്ല ജോലി, അല്ല ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ അത് ഇത് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ ഇപ്പൊ 5-6 പേരേ ഉള്ളൂ കേട്ടോ. നമസ്കാരം. ലൈവ് അല്ല, ഇത് ഫ്യൂച്ചറിൽ വരുള്ളൂ. റെക്കോർഡാ. ഇത് ഞങ്ങളുടെ ബേബി സാധനം. വേണ്ട സ്ട്രോ ഒന്നും വേണ്ട. അപ്പൊ പ്രോ എല്ലാവരും ഒരു പേപ്പർ ബോർഡ് ഒക്കെ ഉണ്ടാവും, ഓരോരുത്തർ എത്ര കോക്ടെയിൽ എടുത്തുന്നുള്ളതിന്. മിക്സ് ആണ്. കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അല്ലെ പിന്നെ നമ്മൾ കുറെ സാധനം സംഘടിപ്പിക്കും. ഇത് കോക്കനട്ട് സിറപ്പ്. ഇതാണ് നമുക്ക് രുചിയും ഫലവും തരുന്നത്. നാട്ടുകാർക്കൊക്കെ അറിയാം. ഇത് ഇൻട്രൊഡക്ഷൻ അല്ലേ, ആദ്യം തന്നെ നമ്മൾ ഇതായി കഴിഞ്ഞാൽ ശരിയാതില്ല. ഇത് 3/4 സൈസാ. ഐസാണ്, നമ്മള് കടയിൽ കിട്ടുമ്പോ ഐസാണ്. എന്താണ് ഇവിടുത്തെ അടുക്കള? ഇന്നത്തെ കുക്കിങ്ങും പരിപാടികളും എല്ലാം ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയതാണോ അതോ നമ്മൾ കൊണ്ടുവന്നാണോ? ഇതൊക്കെ ഇവിടെ ഉള്ളത് നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു അല്ലേ? കുക്ക് ചെയ്തു. പടക്കപ്പടി ഇവിടെ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ നടത്താം. അക്കൗണ്ട് ശരിയാ, അപ്പൊ സെറ്റാണ്. അക്കൗണ്ടെങ്കിൽ സെറ്റാണ്. ചെറിയൊരു പരിപാടി പിള്ളേർക്ക് പാരലായിട്ട്. ഇത് ആക്ച്വലി പള്ളിയുടെയാണോ ചേട്ടാ? അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ചെറിയ റൂം. ഇത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി താഴത്ത് ഒരു കിക്കറും ടേബിൾ ടെന്നീസും ഒക്കെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതെല്ലാം നമ്മൾ എടുത്തേക്ക് പോകണം. ടച്ചിങ്സുകൾ ഓരോന്നേ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇത് ലൈറ്റ് ആയിരിക്കൂലേ? സ്പീക്കറുകൾ,
സബ്സ്ക്രൈബറായാലും. സാധനം വന്നോണ്ടിരിക്കുക DJക്കുള്ളത്. അങ്ങനെ സമയം പോകും തോറും ആൾക്കാരുടെ എണ്ണവും കൂടി വന്നു, ആഘോഷത്തിന്റെ ആ ഒരു മുറുക്കവും കൂടെ കൂടി വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 17-18ഓളം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലായി. എല്ലാവരും ഓരോ സൈഡിൽ കൂടി ഇരുന്ന് ഇങ്ങനെ സൊറ പറയുന്നു, ഓരോരോ കാര്യങ്ങൾ പറയുന്നു. ഏകദേശം 7 മണിയായപ്പോഴത്തേക്കും എല്ലാവരും തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്തു. എന്നാൽ പിന്നെ ഒഫീഷ്യലായിട്ടൊരു സ്റ്റാർട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ്രോ ചേട്ടൻ എല്ലാവരും കൂടെയും ഒരുമിച്ച് കൂട്ടി ഒരു ചെറിയ ചെറിയ നിർദ്ദേശമൊക്കെ നൽകി നമ്മുടെ ഒഫീഷ്യലായിട്ട് പ്രോസ്റ്റും പറഞ്ഞ് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കൊയിനോനിയാണ്. കൊയിനോനിയിലേക്ക് പുതുതായിട്ട് കുറച്ച് പേര് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും പുതുതായിട്ട് വന്നവർക്കും നമ്മുടെ കഴിഞ്ഞ വർഷം പങ്കെടുത്തവർക്ക് സീനിയേഴ്സും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ കൊയിനോനിയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച്. അപ്പൊ ഇനി ഒന്നും പറയാനില്ല. ഇത് നമ്മൾ തന്നെ ഒരുമിച്ച് കൂടി നമ്മൾ തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് ആരും പറയാനോ ചെയ്യാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കയറി ചെയ്യുക, കയറി എടുക്കുക, കയറി കുടിക്കുക, കയറി കഴിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നിനും പുറകോട്ട് നിൽക്കണ്ട. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കൂടെ ചെയ്യുക, കൂടെ ആസ്വദിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? മ്യൂസിക് ഇടും, ഡാൻസ് ചെയ്യാം, കുഴപ്പമില്ല. കിച്ചണിൽ ഇത്തിരി പരിപാടിയുണ്ട്, അതിന്റെ കൂടെ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറയാം, കുഴപ്പമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റ്, ഈ ഒരു ഈവനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ചെയ്യാൻ ചെയ്യാം. പൊതുവായി ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾക്ക് ശേഷം കുറച്ച് പേര് അടുക്കളയിൽ പോയി നാളത്തേക്ക് വെക്കാനുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ വെട്ടിത്തിറങ്ങി. പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് കഴിക്കാനുള്ള നമ്മുടെ എല്ലും കപ്പയും, ചില സ്ഥലങ്ങളിൽ ഏഷ്യാടെന്ന് പറയും, ചില സ്ഥലത്ത് കപ്പ ബിരിയാണി എന്ന് പറയും, ഓരോരുത്തർ സ്ഥലത്തും ഓരോന്നേ. അപ്പോൾ ഇവിടെ നഞ്ചല്ലും കപ്പയെന്നായിരുന്നു പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ കേരള കിച്ചൺ ഫാക്ടറി എന്ന് പറയുന്ന ഒരു ടീമാണ്. അത് നമ്മുടെ ആൻഡ്രോ ചേട്ടനും നമ്മുടെ റോഷൻ ചേട്ടനും കൂടെ നമ്മുടെ ജർമ്മനിയിൽ തുടങ്ങിയ ഒരു പുതിയ കമ്പനിയാണ്. കാറ്ററിംഗ് സർവീസ് ഓൾ ഓവർ ദ ജർമ്മനി അവർ ഡെലിവറി നടത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എത്രയൊക്കെ വെറൈറ്റി ചെയ്ത ആൽക്കഹോൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിന് ഏറ്റവും കൂടുതൽ ഉഷാർ കൂട്ടുന്നത് നമ്മുടെ അതിന് കൂട്ടത്തിലുള്ള ടച്ചിങ്സ് തന്നെയായിരിക്കും. ഇപ്രാവശ്യം നല്ല ലിവറും നല്ല പന്നിയും ഉണ്ടായിരുന്നു, നമ്മുടെ ബീഫ് ഫ്രൈയും ഉണ്ടായിരുന്നു. അതും നല്ല കിടിലൻ ടേസ്റ്റോട് കൂടി തന്നെ. നമ്മുടെ എല്ലും കപ്പയും റെഡി ആവുന്നതുവരെ, അല്ലെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആവുന്നതുവരെ എല്ലാവരും അടുക്കളയിൽ തന്നെയായിരുന്നു. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഒരു 60% ആൾക്കാർ നമ്മുടെ അടുക്കളയിൽ തന്നെയായിരുന്നു അതിന് വേണ്ടിയിട്ട് സഹായിക്കാനും. പക്ഷേ രസമായിരുന്നു. ഓരോരുത്തരെ കളിയാക്കിയും അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അമലുകളെ പറ്റിയൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞ് പരസ്പരം ട്രോളുകയും കളിയാക്കുകയൊക്കെ ചെയ്ത് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കുറേ ഒളിഞ്ഞിരിക്കുന്ന കലാകാരന്മാരെ അവിടെ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. കുറേ പുതിയ കലാകാരന്മാരെ കിട്ടിയിട്ടോ നമ്മുടെ ജർമ്മനിയിൽ തന്നെ. ഇത്രയേറെ മനസ്സുകൂർന്ന് പാടുന്ന കലാകാരന്മാരുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്ക് പോലും അന്നാണ് മനസ്സിലായത്. ഇതിൻ്റെ അകത്ത് അവർ പാട്ട് പാടുന്നത് പ്ലേ ചെയ്താൽ കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളത് എനിക്കൊരു നല്ല ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം വയ്ക്കുന്നു, പിന്നെ ബാക്കി അറിയത്തില്ല. കോപ്പിറൈറ്റ് വന്നാൽ ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും 2-3 സെക്കൻഡ്സ് കൂടെ വയ്ക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. മെയിൻ ഷെഫിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. കേരള കിച്ചൺ ഫാക്ടറി ഇപ്പൊ വെട്ടിയില്ലേ? ഇപ്പൊ കേരള കിച്ചൺ ഏത് വേറെ കോപ്പിറൈറ്റ് ഉണ്ടോ? അല്ല, ഫാക്ടറി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. ഓ, അത് ജർമ്മനിയിലെ നിയമാണോ? എന്റെ അമ്മ. അപ്പൊ അതുകൊണ്ട് കേരള ഉണ്ടോ? അവിടെ കേരള കിച്ചൺ എന്നുള്ള നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ടോ? അപ്പോൾ കേരള കിച്ചന്റെ മുതലാളിയിൽ വൺ ഓഫ് ദ മുതലാളീസ് ആണ് ഈ നിൽക്കുന്നത്. നമ്മുടെ ഗാനഗന്ധർവന്മാരുടെ ഗാനമേള എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രുചികരമായ വിഭവ സമൃദ്ധമായ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മളെല്ലാവരും അത് ഓരോരോ പ്ലേറ്റുകളിലായിട്ട് എടുത്ത് കഴിച്ച് അതിൻ്റെ ഒരു രുചി അങ്ങോട്ട് പങ്കിട്ടു. ഇത് KKF-ന്റെ ഫുഡ് കൂടി കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെ എനർജി ലെവൽ അങ്ങോട്ട് ബൂസ്റ്റായി. പിന്നെ അവിടെ ഒരു എങ്ങുന്നില്ലാത്തൊരു അർമാദവും ആഘോഷവും ഒക്കെ തന്നെയായിരുന്നു. ഒരു സൈഡിൽ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് തന്നെ അങ്ങോട്ട് കൂടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീമറും ലൈറ്റും എല്ലാം സെറ്റാക്കിയപ്പോഴത്തേക്കും നമുക്ക് DJ പ്ലാനിങ്ങിലേക്ക് അങ്ങ് ചെന്നു.
കഴിഞ്ഞ പള്ളിയുടെ 2-3 പരിപാടികളിലായിട്ട് DJ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് തന്നെയാണ് DJ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയത്. DJ ചെയ്യാനോ അല്ലെങ്കിൽ പാട്ടിനെ പറ്റി വലിയ കാര്യമായിട്ടുള്ള അറിവുകളൊന്നും എനിക്കില്ല. എന്നാലും ഞാനും ഓരോരോ പുതിയ പാഠങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഓരോന്നോരോന്ന് പഠിക്കുക. ഇതും എനിക്കൊരു പുതിയ ഒരു അറിവ് തന്നെയായിരുന്നു. ഒന്ന് കൈയടിച്ചാൽ 3 ലോകം മുന്നിലെത്തേണം. ആ ഓണവില്ല് നീട്ടി നീട്ടി ഈണമായി പടർന്നു എന്നു താളമായൊത്തു ചേരാ. പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴൽ പാക്കടലാക്കിയതാരാണോ, നമ്മുടെ മഴവിൻ കനവിൻ മതിലിൽ പൂമാനം, ഈ മുത്തു മനസ്സിലും മതിലുകളാകാശം, നമ്മുടെ മഴവിൻ കനവിൻ മതിലിൽ പൂമാനം, ഈ മുത്തു മനസ്സിലും മതിലുകളാകാശം. അങ്ങനെ പാട്ടും ഡാൻസും DJയും എല്ലാം കഴിഞ്ഞ് എല്ലാവരും കുറച്ച് കൊച്ചു വർത്താനങ്ങളും കുറച്ച് പൊട്ടിച്ചിരിയും അട്ടഹാസങ്ങളും ഒക്കെ ആയിട്ട് ഒരു അരമണിക്കൂർ കൂടി ഇങ്ങനെ ചുറ്റുപാടുമൊക്കെ നിന്ന് കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ആൻഡോ ചേട്ടൻ പങ്കുവച്ചിട്ട് എല്ലാവരും കിടക്കാൻ പോയി. എന്നാലും കുറച്ച് പേർക്ക് കിടക്കാനുള്ള മനസ്സില്ലായിരുന്നു. കുറച്ച് പേര് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ പുതിയ വയലൻസ് സിനിമയായ മാർക്കോയും നമ്മുടെ പ്രൊജക്ടറിലിട്ട് കണ്ട് കുറേ നേരം അതും കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അപ്പൊ ബെഡ്റൂമിന്റെ കാര്യം ശ്രദ്ധിക്കണോട്ടെ. നാളെ രാവിലെ പോരുമ്പോഴത്തേക്കും ഇപ്പൊ കിടക്കണ പോലെ തന്നെ സാധനം ചെയ്തിട്ട് വേണം പോരാനായിട്ട്. ഇന്നത്തെ ആഘോഷങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പാക്കപ്പ്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ മാർക്കോ കണ്ടുകൊണ്ട് 3-4 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. എബിൻ ചേട്ടനത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെയത് എത്തിയാവോ? അവസാനം തറായി. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിലേക്ക് ഇതാണ് നമുക്ക് കിടക്കാൻ അലോക്കേറ്റ് ചെയ്തേക്കണ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ഷെൽഫ്, ഇതൊരു ബെഡ്, ഇത് ബെഡ്ഷീറ്റ് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ മൂടി വെച്ച് അവർ തന്നിട്ടുണ്ട്. നമ്മൾ ബെഡ്ഷീറ്റും കൊണ്ടുവരണം, പുതപ്പിൻ്റെ ഇതും കൊണ്ടുവരണം, പിന്നെ തലേണയുടെ കവറും കൊണ്ടുവരണം. ആൻഡ് ഇത് തിരിച്ചു പോകുമ്പോൾ ഇതെങ്ങനെ കിട്ടിയോ അതേപോലെ തന്നെ ഇത് റെഡിയാക്കി വെക്കുകയും ചെയ്യണം. എന്തൊക്കെയാണല്ലേ, ദിസ് ഇസ് ജർമ്മനി. നാട്ടിലൊക്കെ ആയിരുന്നു ഈ ഹോട്ടലിൽ പോണ പോലെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു, ഇട്ടിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവിടെ നടക്കൂല. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. ബാക്കി നാളെ രാവിലെ. നാളെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഫുഡ് രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് പിരിയുക. നാളെ എന്തോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയുണ്ട്, അതുകൊണ്ട് അതിരുന്ന് കാണണം എന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊരു പട്ടിക്കാടാണ്. ഈ പട്ടിക്കാടിലൊരു വണ്ടി കിട്ടണമെങ്കിൽ എന്ത് പാടാന്നറിയാവോ? നാളെ ഞായറാഴ്ച, ഇവിടെ ഇന്ന് അവസാനത്തെ വണ്ടി 7 മണിക്കായിരുന്നു. ഇനി നാളെ ഞായറാഴ്ച വണ്ടിയുള്ള ഉച്ചയ്ക്ക് 1:30 ഉള്ളൂ. ഇത് ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടോ ഇങ്ങനെയൊരു ഏരിയ കാണുന്നത്. രാത്രിയില്ല, ഇനി വണ്ടിയില്ല. ഇനി നാളെ ആകെ ഉച്ചയ്ക്ക് 1:30 വണ്ടിയുള്ളൂ. ഈ പട്ടിക്കാട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ. അതുപോലെ കാറില്ലെങ്കിൽ അട്ടാപ്പാട്ടെല്ലാം മൂഞ്ചല. പക്ഷെ ഭയങ്കര പ്രകൃതി രമണീയമായ അത് ശരിയാ, പ്രകൃതിയും രമണീയൊക്കെ കറക്റ്റ് തന്നെയാണ്. അങ്ങനെ നേരം വെളുത്ത് ഞങ്ങൾ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പം സമയം ഓൾമോസ്റ്റ് 8:30. 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കണത്. ബ്രേക്ക്ഫാസ്റ്റ് എബിൻ ചേട്ടൻ എന്താണാവോ തീരുമാനിച്ചു വെച്ചേക്കണത്? ഞാനൊന്നും തീരുമാനിച്ചിരുന്നില്ല. രാവിലെ ബ്രോഷനും സലാമിയൊക്കെ കഴിച്ചങ്ങ് പൊക്കോതാ. ബ്രെഡും സലാമിയും. അതെങ്കിൽ അത് താഴെ കിച്ചണിൽ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണിയുടെ ഉണ്ടാക്കൽ വിഭവസമൃദ്ധമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വേണമെങ്കിൽ താഴെ വരെ പോയി നോക്കാം. രാവിലെ തന്നെ എണീറ്റ് പച്ചയായിട്ട് സ്വഭാവത്തോടെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴല്ലേ കാണുന്നത്. ആ ഹീറ്റർ അവിടെ പേരിന് വെച്ചേക്കണല്ലേ? നിങ്ങളൊക്കെ ഓണായിരുന്നോ? അടിപൊളി. പ്രൊഫഷണലായിട്ട് സവാള ചെയ്യുന്നത് കാണട്ടെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ബ്രെഡും സലാമിയും കട്ടൻ ചായയും റെഡിയായി. ഓൾമോസ്റ്റ് 9 മണിയോടുകൂടി തന്നെ അത് റെഡിയായിട്ട് എല്ലാവരും ഇരുന്ന് ഭക്ഷിച്ചു. പിന്നെ ആ സമയം കൊണ്ട് ആൻഡോ ചേട്ടനും ബാക്കി ടീം അംഗങ്ങളും നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഇനി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും എല്ലാം ചോദിച്ച് ഇനി അടുത്ത കൊല്ലത്തേക്ക് അത് എങ്ങനെ നടത്തി കുറച്ചുകൂടി നല്ല രീതിയിൽ
വിജയിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. കുറച്ച് പേരുടെ അഭിപ്രായം ഇനി നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വേണ്ട, പട്ടായ അല്ലെങ്കിൽ നമ്മുടെ ആംസ്റ്റർഡാം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് കുറച്ചുകൂടി വിപുലീകരിക്കുക എന്നുള്ളൊരു അഭിപ്രായം കൂടി വന്നിരുന്നു. ചർച്ചകളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് നേരത്തെ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോ സെക്ഷനും നേരത്തെയാക്കി, ബാക്കി പോകേണ്ടവർക്ക് പോകാനും പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് നടത്താനും വേണ്ട ക്രമീകരണങ്ങളും ചെയ്തു. അങ്ങനെ ഫൈനൽ സൈൻ ഓഫിലേക്ക് പോവുകയാണ്. എല്ലാവരും ഫോട്ടോ എടുപ്പ്. കിച്ചണിലെ ബിരിയാണി കഴിഞ്ഞു. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. കൊയിനോയുടെ 22ാമത്തെ ഞാനാട്ടോ. ഓക്കെ. അങ്ങനെ ഫോട്ടോ സെക്ഷനും പിന്നെ ഉച്ചക്കത്തെ ബിരിയാണിയും എല്ലാം കഴിഞ്ഞ് ഇന്നിതാ ഇപ്പം ഞാൻ വീട്ടിൽ എത്തിയിരിക്കുക കേട്ടോ. ബിരിയാണിയുടെ ഇതൊന്നും കവറേജ് ചെയ്യാൻ പറ്റിയില്ല. ആ തീറ്റയുടെ ഒരു ആക്രാന്തത്തിൽ അതെല്ലാം വിട്ടുപോയി. ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ജർമ്മനിയിലുള്ളവർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോയി ഒരു രാത്രി എവിടെയെങ്കിലുമൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഹൗസ് നമുക്ക് ഫുള്ളായിട്ടൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അത് ചുമ്മാ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. വളരെ തുച്ഛമായ നിരക്കിൽ തന്നെയായിരിക്കും അത് കിട്ടുക. നിങ്ങളുടെ അടുത്തുള്ള ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനിയപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.